ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് 139 വയസ്സ്. നോക്കാം കോൺഗ്രസിന്റെ ചരിത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടക്കം തന്നെ ഒരു ഇന്ത്യക്കാരനല്ലാത്ത ഒരാളിൽ നിന്നായിരുന്നു. ചരിത്ര പാഠങ്ങളിൽ എല്ലാവരും പഠിച്ചിട്ടുള്ളതുപോലെ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന എ.ഒ. ഹ്യൂം ആയിരുന്നു ആ വ്യക്തി. 1984 ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് സംഘടന രൂപം കൊണ്ടത്. 1985 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറുന്നതും ആദ്യ സമ്മേളനം നടക്കുന്നതും. വൈസ്രോയുടെ അനുമതിയോടെയും ആശീർവാദത്തോടെയുമായിരുന്നു കോൺഗ്രസിന്റെ തുടക്കം. അലൻ ഒക്ടോവിയൻ ഹ്യൂം ഒരു സ്കോട്ട്ലൻഡുകാരനായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷമാണ് കോൺഗ്രസ് യഥാർത്ഥ പോരാട്ടങ്ങളിലേക്ക് എടുത്തു ചാടുന്നത്. അതിന് കാരണക്കാരിൽ മഹാത്മാഗാന്ധി തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഗാന്ധിജിയിലൂടെ മുന്നോട്ട് കുറിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി കൈകോർത്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നീക്കം ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നു. ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന സമരമുറയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറെ നിർണായകമായിരുന്നു. അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗാന്ധിയൻ ചിന്തകളോടായിരുന്നു ഭൂരിപക്ഷത്തിനും പിന്തുണയെങ്കിലും ഉൽപ്പത്തീഷനുകളുടെ ഒരു ധാരയും കോൺഗ്രസിൽ സജീവമായിരുന്നു. 1924 ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നത്. ആ ഒരൊറ്റ തവണ മാത്രമേ ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ളൂ. ഏറ്റവും അധികം തവണ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവുമുള്ള കണക്ക് പ്രകാരമാണിത്. നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായപ്പോഴാണ് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം കോൺഗ്രസ് ഉയർത്തുന്നത്. പിന്നീട് സമരകലുഷിതമായ നാളുകളായിരുന്നു ഇന്ത്യയിൽ. ഏറ്റവും ഒടുവിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ജെ.ബി. കൃപാലിനിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. 1947 ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതുചരിത്രം തുടങ്ങുന്നു. ഇതുവരെ പറഞ്ഞ കോൺഗ്രസിന്റെ ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും പിമ്പുമുള്ളതാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ മാത്രം മുൻനിർത്തിയുള്ളതുമായിരുന്നു. സംസ്ഥാനങ്ങളിൽ ഇക്കാലഘട്ടത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്ന തളർച്ച അതിലും വലുതാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യവുമായിരുന്നു. ഇന്ന് വെറും 3 സംസ്ഥാനങ്ങളിൽ മാത്രം ഭരണമുള്ള ഒരു പാർട്ടിയായി തീർന്നിരിക്കുകയാണ് കോൺഗ്രസ്.